ഭദ്രാസനത്തെ സംബന്ധിച്ച് ഏതാണ്ട് 11 ജില്ലകളിലായി, 2 സംസ്ഥാനങ്ങളിലെ 11 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭദ്രാസനമാണ് പൗരസ്ത്യ സുവിശേഷ സമാജം അതിഭദ്രാസനം എന്ന് പറയുന്നത്. കോട്ടയം മുതൽ ഇടുക്കി, എറണാകുളം, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, സൗത്ത് കാനറ, ഉടുപ്പി, ഷിമോഗ തുടങ്ങി ഇങ്ങനെ ഏതാണ്ട് 11ഓളം ജില്ലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഒരു വൈദികന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റു ഭദ്രാസനങ്ങളിൽ വ്യത്യസ്തമാണ്. ഒരു പക്ഷേങ്കിൽ ഇന്ന് ഷിമോഗയിലാണെങ്കിൽ നാളെ കോട്ടയത്തായിരിക്കാം, നാളെ കോട്ടയത്താണെങ്കിൽ പിറ്റേ വർഷം ഒരു പക്ഷേങ്കിൽ കാസർഗോഡായിരിക്കാം. നമ്മുടെ ഭദ്രാസനത്തെ സംബന്ധിച്ച് അതിൽ തന്നെ ഒരു പ്രത്യേകതയുള്ളത്, നാം എല്ലാം ഇങ്ങനെ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ നിന്നും ടെന്റ് മാറ്റിയടിച്ച് പോകുന്ന പോലെയാണ് ഒരു അച്ഛൻ്റെ ജീവിതം. ഇപ്പം ഇവിടെയുള്ള അച്ഛന്മാർക്കൊക്കെ അത് അനുഭവമുണ്ട്. കുറച്ച് നാൾ കാസർഗോഡ്, അവിടുന്ന് ആ പള്ളിയിൽ നിന്ന് അതെല്ലാം ബാക്കി ചെയ്ത് അടുത്തത് പിന്നെ കണ്ണൂർ എവിടെയെങ്കിലും ഒരു പള്ളി, വയനാട്ടിൽ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം പാക്ക് ചെയ്ത് ഈ കുട്ടികളെല്ലാം പഠിപ്പിക്കാൻ വേണ്ടി ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് TC വാങ്ങിച്ച്, ചില അച്ഛന്മാരുടെ മക്കൾ 6ഉം 7ഉം സ്കൂളിലൊക്കെ പഠിച്ചിട്ടാണ് അവരുടെ 10th വരെയുള്ള വിദ്യാഭ്യാസം തന്നെ പൂർത്തിയാക്കുന്നത്. അപ്പൊ ഇതൊക്കെ റിസ്ക്കാണ്. അച്ഛൻ ഇടവകയുടെ മാതൃകയായിരിക്കും, അച്ഛൻ്റെ കുടുംബം ഇടവകയുടെ മാതൃകയായിരിക്കും. ഒരു വ്യത്യസ്തമായ ദിശാബോധവും സമർപ്പണവും വീക്ഷണവും കുടുംബജീവിതത്തെക്കുറിച്ചും സഭാജീവിതത്തെക്കുറിച്ചും സാമൂഹിക ജീവിതത്തിലും ഉണ്ടായിരിക്കണം. വന്യ കോറോപ്പിസ്കോപ്പാച്ചൻ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ദൈവത്തിൻ്റെ മഹാവലിയ കൃപയാൽ സോജൻ ശമാസിന്റെയും ബിനോളിന്റെയും വിവാഹം ഈ പരിശുദ്ധ ദൈവാലയത്തിൽ വെച്ച് നിവർത്തിക്കപ്പെടുവാൻ അവിടുന്ന് തിരുമനസ്സായിരിക്കും. വിനയത്തോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കുടുംബം ദൈവത്തിൻ്റെ സ്ഥാപനമാണ്. ആ ദൈവിക സ്ഥാപനത്തിലെ കാര്യവിചാരകരാണ് കുടുംബാംഗങ്ങളൊക്കെയും. അതുകൊണ്ട് തന്നെ കുടുംബത്തിനൊരു ഹൈറാർക്കിയുണ്ട്. പിതാവ്, മാതാവ്, ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ തുടങ്ങിയ വിവിധ സ്ഥാനങ്ങളിലൂടെയാണ് ഒരു കുടുംബം അതതിൻ്റെ ധർമ്മം ശരിയായ രീതിയിൽ പൂർത്തീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നത്. ആ ദൈവിക കുടുംബത്തിന്റെ ചൈതന്യം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. ആധുനിക കുടുംബജീവിതം ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട ആദ്യ കുടുംബമായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിലെ ആദാമിന്റെയും ഹവ്വായിയുടെയും കുടുംബം. ആ ദൈവിക കൂട്ടായ്മയിൽ നിന്നും അകന്നുപോയ കുടുംബജീവിതത്തിന്റെ തകർച്ച, ആ തകർച്ചയുടെ അനന്തരഫലം ലോകം തന്നെ ശാപഗ്രസ്തമായി തീർന്നു എന്നുള്ളതാണ്. അതിൽ നിന്നുള്ള വിമോചനമാണ് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പിലൂടെ നാം കൈവരിക്കുന്നത്. എന്നാൽ ഇന്ന് ഇവിടെ വിവാഹിതരാകുന്ന ബഹുമാനപ്പെട്ട ഷമാഷിന്റെയും ബിനോളിന്റെയും കുടുംബജീവിതം സാധാരണ കുടുംബജീവിതത്തിൽ വ്യത്യസ്തമായ മേഖലയിലേക്കുള്ള ഒരു സമർപ്പണമായിരിക്കണം. അത് മറ്റൊന്നുമല്ല, ഷമാശൻ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിശാലതയിൽ നിന്നും ഒരു പരിമിതിയിലേക്ക് ഒതുങ്ങി നിൽക്കേണ്ട ഒരു ജീവിതമാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ പരിശുദ്ധ സഭയും ദൈവരാജ്യത്തിന്റെ വീക്ഷണവുമെല്ലാം സ്വാഗതം ചെയ്യുന്നത്.
അതുകൊണ്ട് ആ പരിമിതികൾക്കുള്ളിൽ എങ്ങനെ ദൈവരാജ്യത്തിന്റെ വിശാലതയെ പ്രസരിപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിലെ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. സാധാരണ രീതിയിൽ വൈദികർ പരിശുദ്ധ സഭയിൽ വിവാഹിതരാകുന്നതിന്റെ ഒരു ലക്ഷ്യം ഇടവകയ്ക്ക് മാതൃക ഉള്ള ഒരു കുടുംബത്തെ വെളിപ്പെടുത്തുക, സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം കുടുംബജീവിതത്തോടുള്ള ഡെഡിക്കേഷൻ ഒരു വൈദികനുണ്ടായിരിക്കണം എന്നുള്ളത്. വാസ്തവത്തിൽ ഒരു വൈദികന്റെ കുടുംബജീവിതത്തിലൂടെ എപ്രകാരമായിരിക്കണം ഒരു ക്രിസ്തീയ കുടുംബം എന്നുള്ളത് മറ്റുള്ളവർക്ക് സ്വാംശീകരിക്കുവാൻ, കണ്ടുപഠിക്കുവാൻ ഉള്ള ഒരു പ്രതിജ്ഞയായിരിക്കണം വൈദികന്റെ കുടുംബജീവിതം. ഷമ്മാസിനെ സംബന്ധിച്ച് ആ രംഗത്ത് പരിശീലനം ലഭിച്ച ഒരാളാണ്. ബിനോളിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള യാതൊരു പരിശീലനത്തിലൂടെയും വന്ന് വ്യത്യസ്തമായ ഒരു ദൗത്യ നിർവഹണം നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതിനുള്ളൊരു സമർപ്പണമാണ് ആദ്യമായിട്ട് ബിനോളിന് വേണ്ടത്. സാധാരണ ഭർത്താവ് ജീവിക്കുന്ന പോലെ ഇനി ജീവിക്കാൻ അവകാശമില്ല. അവർ എന്തെല്ലാം ചെയ്യുന്നു, അവർ ഏതെല്ലാം നിലയിൽ നോക്കിക്കാണുന്നു, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വീക്ഷണമാണ് എല്ലാ രംഗത്തോടുമുള്ളത്. മാതാപിതാക്കളോടുള്ളത്, സഹോദരങ്ങളോടുള്ളത്, സമൂഹത്തോടുള്ളത്, വൈദികരോടുള്ളത്, ദൈവാലയത്തോടുള്ളത്, വിശ്വാസികളോടുള്ള ഇപ്പോൾ ഉള്ള വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീക്ഷണം. ഒരു വൈദികന്റെ ഭാര്യ എന്ന നിലയിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് സാധാരണ വിവാഹത്തിലേക്ക് കൊണ്ടുവരാവുള്ളൂ. ഇപ്പൊ അതിന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലാത്തതുകൊണ്ട് അതൊന്നും ചോദിക്കുന്നില്ല. ഞാൻ ജിമ്മി അച്ഛൻ്റെ വിവാഹ ശുശ്രൂഷ നടത്തിയപ്പോൾ അച്ഛൻ്റെ ഭാര്യയോട് പറഞ്ഞു, വേണമെങ്കിൽ ഇപ്പൊ ഒന്നും കൂടെ തീരുമാനിച്ചിട്ട് തീരുമാനമെടുക്കുക എന്ന്. ഇപ്പൊ നിങ്ങളോട് അങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ഈ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു എന്നേ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേങ്കിൽ ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവൃത്തികളോട് പങ്കാളിയാകുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഷമ്മാസിന്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവർത്തനത്തിന് ഏതെങ്കിലും വിഘാതം ഉണ്ടാക്കുന്ന ഒരു നിലപാട് അമ്മായിമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ പള്ളിയിൽ വലിയ പ്രസംഗമൊക്കെ പറയും, പള്ളിയിൽ വലിയ തത്വങ്ങളൊക്കെ പറയും, വീട്ടിൽ വന്നാൽ ആ മനുഷ്യൻ അച്ഛനല്ല എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ അത്ര നിസാരമായ കാര്യങ്ങളല്ല എന്നാണ് പറഞ്ഞത്. ഒരു സാധാരണ മനുഷ്യനെ ആരും ചോദ്യം ചെയ്യുകയില്ല. അതുകൊണ്ട് ഒരു വൈദികന്റെ കുടുംബജീവിതം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് അതിനെ നോക്കി കാണുകയും ആ രീതിയിൽ അതിനെ സമീപിക്കുകയും ചെയ്യണം. പിന്നെ നമ്മുടെ ഭദ്രാസനത്തെ സംബന്ധിച്ച് ഏതാണ്ട് 11 ജില്ലകളിലായി, 2 സംസ്ഥാനങ്ങളിലെ 11 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭദ്രാസനമാണ് പൗരസ്ത്യ സുവിശേഷ സമാജം അതിഭദ്രാസനം എന്ന് പറയുന്നത്. കോട്ടയം മുതൽ ഇടുക്കി, എറണാകുളം, പാലക്കാട്, വയനാട്, കണ്ണൂര്, കാസർഗോഡ്, സൗത്ത് കാൻഡ്ര, ഉടുപ്പി, ഷിമോഗ തുടങ്ങി ഇങ്ങനെ ഏതാണ്ട് 11ഓളം ജില്ലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഒരു വൈദികന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റു ഭദ്രാസനങ്ങളിൽ വ്യത്യസ്തമാണ്. ഒരു പക്ഷേങ്കിൽ ഇന്ന് ഷിമോഗയിലാണെങ്കിൽ നാളെ കോട്ടയത്തായിരിക്കാം, നാളെ കോട്ടയത്താണെങ്കിൽ പിറ്റേ വർഷം ഒരു പക്ഷേങ്കിൽ കാസർഗോഡായിരിക്കാം. ഇപ്പൊ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെയുള്ള എന്നെ ശുശ്രൂഷിക്കുന്ന പിള്ളേർക്ക് വലിയ ഭാരമാണ്. എവിടെയെങ്കിലും ചെന്ന് എന്റെയും അവരുടെ ലഗേജ് എല്ലാം അഴിച്ച് ഇങ്ങനെ ഇട്ട്
ഒരു 8 ദിവസം അല്ലെങ്കിൽ 5 ദിവസം 3 ദിവസം 2 ദിവസമൊക്കെ താമസിച്ചിട്ട് വീണ്ടും അതെല്ലാം പാക്ക് ചെയ്ത് ചിലതൊക്കെ അവിടെ ഇട്ടിട്ട് പോരും, മറന്നു പോകും. ഇത് 10-30 വർഷത്തോളമായി ഞാൻ നടത്തുന്നു. അപ്പൊ ഇങ്ങനെയുള്ളതായ ഒരു ജീവിതം ഒരു തീർത്ഥാടനമാണ്. പ്രത്യേകിച്ച് എല്ലാവരുടെയും ജീവിതം തീർത്ഥാടനമാണ്. പക്ഷേ നമ്മുടെ ഭദ്രാസനത്തെ സംബന്ധിച്ച് അതിൽ തന്നെ ഒരു പ്രത്യേകതയുള്ളത്, നാം എല്ലാം ഇങ്ങനെ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ നിന്നും ടെന്റ് മാറ്റിയടിച്ച് പോകുന്ന പോലെയാണ് ഒരു അച്ഛന്റെ ജീവിതം. അപ്പൊ ഇവിടെയുള്ള അച്ഛന്മാർക്കൊക്കെ അത് അനുഭവമുണ്ട്. കുറച്ച് നാള് കാസർഗോഡ്, അവിടുന്ന് ആ പള്ളിയിൽ നിന്ന് അതെല്ലാം പാക്ക് ചെയ്ത് അടുത്തത് പിന്നെ കണ്ണൂർ എവിടെയെങ്കിലും ഒരു പള്ളി, വയനാട്ടില്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം പാക്ക് ചെയ്ത് ഈ കുട്ടികളെല്ലാം പഠിപ്പിക്കാൻ വേണ്ടി ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് TC വാങ്ങിച്ച്. ചില അച്ഛന്മാരുടെ മക്കള് 6-7 സ്കൂളിലൊക്കെ പഠിച്ചിട്ടാണ് അവരുടെ 10th വരെയുള്ള വിദ്യാഭ്യാസം തന്നെ പൂർത്തിയാക്കുന്നത്. അപ്പൊ ഇതൊക്കെ റിസ്ക് ആണ്. ഇതൊക്കെ അറിയാമായിരുന്നോ? ഉറപ്പാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് കാലെടുത്ത് വെച്ചതല്ലേ. അപ്പോ അന്നേരമൊക്കെ പരാതി പറയാൻ പാടില്ല. ഇത് എന്റെ ഉത്തരവാദിത്വം ഇതൊക്കെ നേരത്തെ പറയേണ്ടത്. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കും, തിരുമേനി എന്നത് ഈ അച്ഛന്മാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കണം. അപ്പൊ ഞാനിതൊക്കെ പറഞ്ഞിട്ടാണ് അവരെ ഈ കല്യാണമൊക്കെ കഴിപ്പിച്ചതെന്ന് പറയാനും കൂടി വേണ്ടിയാണ്. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു ജാമ്യമെടുക്കലാണ് ഇവിടെ ഈ ആളുകളൊക്കെ കേൾക്കാൻ വേണ്ടി. എല്ലാ അച്ഛന്മാരോടും തന്നെ പ്രസംഗിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അച്ഛൻ ഇടവകയുടെ മാതൃകയായിരിക്കണം. അച്ഛന്റെ കുടുംബം ഇടവകയുടെ മാതൃകയായിരിക്കണം. ഒരു വ്യത്യസ്തമായ ദിശാബോധവും സമർപ്പണവും വീക്ഷണവും കുടുംബജീവിതത്തെക്കുറിച്ചും സഭാജീവിതത്തെക്കുറിച്ചും സാമൂഹിക ജീവിതത്തിലും ഉണ്ടായിരിക്കണം. ഈ നിലയിലെല്ലാം നിങ്ങളുടെ ഈ കുടുംബജീവിതം നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും ഈ ഇടവകയ്ക്കും ഈ ഭദ്രാസനത്തിനും സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും എല്ലാം അനുഗ്രഹമായി പരിലസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.